പവിത്രം സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ശങ്കരനാരായണൻ വേദയെ വിളിച്ചുകൊണ്ട് തന്നെ വിക്രമൻ പറ്റിയിട്ടുള്ള കാര്യമെല്ലാം തന്നെ വേദയോട് പറയും. ശങ്കരനാരായണൻ വേദക്ക് ഒന്നാം തരം വാണിംഗ് നൽകുന്നുണ്ട്. എൻ്റെ കുടുംബത്തെ വിക്രം നശിപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഈ ശങ്കരനാരായണൻ ആരാണെന്ന് നീ അറിയും. അയാൾ വേദയോട് കട്ടായം പറയും. ഇത് കേട്ട് വേദ ആകെ വിഷമിച്ച് നിൽക്കുകയാണ്. അച്ഛനെ തന്നെ നോക്കി നിന്നിട്ട് ഒട്ടും തന്നെ വിശ്വസിക്കാൻ കഴിയുന്നില്ല വേദക്ക്. വേദ പറയുന്നുണ്ട്, അച്ഛാ ഇതൊന്നും അച്ഛൻ പറയുന്നതല്ല, അച്ഛനെ കൊണ്ട് ഓരോരുത്തർ പറയിപ്പിക്കുന്നതാണ്. അപ്പോഴേക്കും അച്ഛൻ കയർത്തു, നിനക്ക് ആ വിക്രമിനെ പറ്റിയിട്ട് ന്യായീകരിച്ച് സംസാരിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ അല്ലേ എന്ന് ശങ്കരനാരായണൻ ചോദിക്കുന്ന സമയത്ത് തന്നെ വേദ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടപാടെ അച്ഛൻ അങ്ങ് വിശ്വസിച്ചോ? ഇതാണ് മോളെ സത്യമെന്ന് ശങ്കരനാരായണൻ വീണ്ടും തറപ്പിച്ചു പറഞ്ഞു. നീ പറയുന്നത് പോലെയൊന്നുമല്ല സത്യം. നിനക്കറിയാത്ത പല വേലത്തരങ്ങളും നിന്റെ ഭർത്താവ് കാട്ടിക്കൂട്ടിയിട്ടുണ്ട്. അതൊക്കെ നീ ഇനി ഉടനെ തന്നെ അറിയാൻ പോകുന്നതേ ഉള്ളൂ. ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നീ അവനോട് അങ്ങ് പറഞ്ഞേക്ക്. ഇത്രയും പറഞ്ഞുകൊണ്ട് തന്നെ വേദയുടെ വാക്ക് പോലും കേൾക്കാതെ ശങ്കരനാരായണൻ അവിടെ നിന്നും ഇറങ്ങിപ്പോവാണ്. വേദയ്ക്ക് എന്തെങ്കിലും ഒന്ന് തിരിച്ചു പറയാനുള്ള സാവകാശം പോലും അയാൾ കൊടുത്തില്ല. ആകെ സങ്കടപ്പെട്ട് വിങ്ങിപ്പൊട്ടി മനസ്സ് വേദനിച്ചു കൊണ്ട് നിൽക്കുമായിരിക്കും വേദ. അവസാനം എല്ലാ കുറ്റവും വിക്രമിന്റെ തലയിലായല്ലോ എന്നോർത്തുകൊണ്ട് തന്നെ അവൾക്കത് സഹിക്കാൻ പോലും പറ്റുന്നില്ല. അച്ഛൻ വിക്രമിനെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. അല്ല, ആരൊക്കെയോ അച്ഛൻ്റെ മനസ്സിൽ വിഷം കുത്തി നിറച്ചിരിക്കുന്നു എന്ന കാര്യമെല്ലാം വേദക്ക് മനസ്സിലായി. ഓഫീസിലേക്ക് പോയെങ്കിലും വേദയുടെ മനസ്സ് അവിടെയൊന്നും ആയിരുന്നില്ല. അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ വിക്രമിനോട് സംസാരിക്കണമെന്ന് അവൾക്ക് തോന്നി. ഉടനെ ഫോണെടുത്ത് വിക്രമിനെ അവൾ വിളിച്ചു. നിങ്ങൾ വലിയ തിരക്കിലാണെങ്കിൽ എൻ്റെ ഓഫീസ് വരെ ഒന്ന് വരാമോ എന്ന് ചോദിക്കാണ് വേദ. എന്താ കാര്യമെന്ന് വിക്രം തിരിച്ചു ചോദിച്ചപ്പോൾ അത് നേരിട്ട് വന്നിട്ട് തന്നെ പറയാമെന്ന് പറയും. അങ്ങനെ വേദ ഫോണ് കട്ട് ചെയ്തു. ഇതേ സമയത്തിന് പത്മം ആഹാരമൊന്നും തന്നെ കഴിക്കാതെ ആ കട്ടിൽ തന്നെ വിഷമിച്ചിരിക്കുകയാണ്. ശങ്കരനാരായണൻ വന്നിട്ട് പത്മത്തിനോട് കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞുകൊണ്ട് തന്നെ ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കിയെങ്കിലും പത്മം അതൊന്നും തന്നെ കേൾക്കുന്നതേയില്ല. എൻ്റെ മകൾക്ക് വേണ്ടിയിട്ട് മരിക്കാനും ഞാൻ തയ്യാറാണെന്ന് അവർ ശങ്കരനാരായണനോട് തീർത്തും പറഞ്ഞു. ഞാൻ ഇന്ന് വേദയെ കണ്ട് സംസാരിച്ചിരുന്നു എന്ന് ശങ്കരനാരായണൻ പറഞ്ഞപ്പോൾ പത്മം ആകെ അമ്പരപ്പിലായി. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ശങ്കരേട്ടാ, വിക്രം അങ്ങനെയൊക്കെ ചെയ്യുമോ? മാലയിട്ട് സ്വാമിയല്ലേ അവനെ? മാലയിട്ട സ്വാമിയല്ലേ, അയാൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? എന്തായാലും സത്യം എന്താണെന്ന് എനിക്കറിഞ്ഞേ പറ്റൂ. ശങ്കരനാരായണൻ ഒന്നും മിണ്ടാതെ നിന്നപ്പോൾ പത്മം വീണ്ടും പറഞ്ഞു, എനിക്ക് അവനെ ഒന്ന് നേരിട്ട് കാണണം. എന്നിട്ട് എനിക്ക് അവനോട് ചോദിക്കണം. അവൻ മാലയിട്ടിരിക്കുകയല്ലേ? ഈ സമയത്ത് അവൻ ഏതായാലും കള്ളം പറയില്ല എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അന്നേരം ശങ്കരൻ പറഞ്ഞു, താൻ വെറുതെ ആവശ്യമില്ലാത്തതൊന്നും ചിന്തിക്കേണ്ട പത്മം. ഞാൻ പറഞ്ഞത് തന്നെയാണ് സത്യം. ഇതിൻ്റെയൊക്കെ പിന്നിൽ കളിക്കുന്നത് ആ വിക്രം തന്നെയാണ്. അത് എനിക്ക് 100% ഉറപ്പുള്ള കാര്യമാണ്. ഇത് പറഞ്ഞത് ശങ്കരനാരായണൻ അത്രയും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോയി. പക്ഷേ പത്മത്തിന് യാതൊരുവിധ സമാധാനവുമില്ല. വിക്രം തന്നെയാണോ ഇതിന് പിന്നിലെന്ന് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണമെന്ന് തന്നെ അവർ ഉറപ്പിച്ചു. ഉടനെ തന്നെ വേദയെ വിളിച്ച് കാര്യങ്ങളെല്ലാം തിരക്കാൻ അവർ തീരുമാനിച്ചു. വിക്രമിനെ കാത്ത് ഓഫീസിന് പുറത്തു നിൽക്കുകയായിരുന്നു വേദ. അപ്പോഴാണ് പത്മത്തിൻ്റെ വിളി വരുന്നത്. എനിക്ക് നിന്നെയും വിക്രമിനെയും ഒന്ന് കാണണം. പറ്റുമെങ്കിൽ നീ ഇന്ന് തന്നെ വീട്ടിലേക്ക് വരണം, അത്യാവശ്യമാണെന്ന് പറയാണ് പത്മം. അന്നേരം വേദ ചോദിച്ചു, എന്തൊക്കെയാ അമ്മേ ഈ പറയുന്നത്? രാവിലെ അച്ഛൻ വന്ന് കണ്ടിരുന്നു. അച്ഛൻ്റെ മനസ്സിൽ വിക്രമാണ് കുറ്റക്കാരൻ. ദീപ്തിയും വരുണും തമ്മിലുള്ള ആ ബന്ധം വരുണും വിക്രമും കൂടെ ചേർന്ന് നടത്തുന്ന ചതിയാണെന്ന് അച്ഛൻ പറയുന്നു. അമ്മയെങ്കിലും ഇതൊന്ന് വിശ്വസിക്ക്. വിക്രം ഇതിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല അമ്മേ. അതറിയാൻ വേണ്ടി തന്നെയാണ് മോളെ ഞാൻ നിങ്ങളോട് വരാൻ പറഞ്ഞതെന്ന് പത്മം പറഞ്ഞപ്പോൾ ശരി എന്നൊക്കെ പറഞ്ഞ് വേദ ഫോണ് കട്ട് ചെയ്തു. അപ്പോഴേക്കും വിക്രം അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. എന്താ, നീ എന്തിനാ എന്നോട് വരാൻ പറഞ്ഞതെന്ന് അവൻ ചോദിച്ചപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ഇരുന്ന് സംസാരിക്കാമെന്ന് വേദ മറുപടി നൽകി. വേദയുടെ മുഖം കണ്ട് വിക്രമിന് കാര്യം പിടികിട്ടി. നിന്റെ അച്ഛൻ വല്ല വാണിങ്ങും തന്നോ എന്ന് അവൻ ചോദിച്ചു. വേദ ഒന്നും മിണ്ടാതെ ബൈക്കിൽ കയറിയിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ചെന്നു. അവിടെ ചെന്നിരുന്നിട്ട് ഒരു ഗ്ലാസ് ജ്യൂസ് ഓർഡർ ചെയ്തു. എന്നിട്ട് വിക്രം ചോദിക്കുന്നുണ്ട്, ഇനി കാര്യം പറയാം, നിന്റെ അച്ഛൻ എന്താ പറഞ്ഞത്? വേദ കാര്യങ്ങൾ ഓരോന്നോരോന്നായി തുറന്നു പറഞ്ഞു. ദീപ്തിയുടെ ജീവിതം വെച്ച് നിങ്ങൾ പന്താടുകയാണെന്നും വരുണിനെ കൊണ്ട് കുടുംബം നശിപ്പിക്കാൻ നോക്കുന്നത് നിങ്ങളാണെന്നും അച്ഛൻ കരുതി. വാസവിൻ്റെ മകനെ വെച്ച് ദീപ്തിയെ കെണിയിൽപ്പെടുത്താൻ നോക്കുകയാണെന്നാണ് അച്ഛൻ പറയുന്നത്. ഇത് കേട്ട് വിക്രം ഒന്ന് ചിരിച്ചു. എനിക്കറിയാമായിരുന്നു നിന്റെ വീട്ടുകാർ ഇത് തന്നെയാണ് പറയുമെന്ന്. എടി, ഒരിക്കൽ തെറ്റ് ചെയ്തതിൻ്റെ അടുത്തേക്ക് എന്ത് പ്രശ്നം വന്നാലും ആ പഴയ പഴി വരും. എൻ്റെ ശ്രീയേട്ടൻ തന്നെയായിരിക്കും ഇതൊക്കെ അച്ഛനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചത് എന്ന് പറയാണ് വേദ. എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. പക്ഷേ നിങ്ങൾ അതൊരിക്കലും നിസ്സാരമായി കാണരുത്. അച്ഛൻ നിങ്ങളൊന്ന് മനസ്സിലാക്കി വരുന്നതായിരുന്നു. അപ്പോഴാണ് ഈ ഒരു കുഴപ്പം. അച്ഛൻ്റെ തെറ്റിദ്ധാരണ എങ്ങനെയെങ്കിലും മാറ്റിയെടുക്കണം വിക്രം. അന്നേരം വിക്രം ചോദിക്കുന്നുണ്ട്, അതൊന്നുമല്ലല്ലോ ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം. ദീപ്തിയും വരുണും തമ്മിലുള്ള ആ ഒരു ബന്ധം അത് അവസാനിക്കുമോ എന്നല്ലേ? അവർ അതിന് തയ്യാറാവുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ വേദ? നിങ്ങൾ വരുണിനോടൊന്ന് സംസാരിക്കണം. നിങ്ങൾ പറഞ്ഞ അവൻ കേൾക്കും.
വേദ പറഞ്ഞപ്പോൾ വിക്രം പറയുന്നുണ്ട്, എടോ ഒരാൾ സ്വന്തമാണെന്ന് തോന്നി തുടങ്ങിയാൽ അതിൻ്റെ അവകാശവും ഉത്തരവാദിത്വവും ഉണ്ടെന്ന് അവർക്ക് തോന്നും. ദീപ്തി അങ്ങനെയാണ് ചിന്തിക്കുന്നത്. അവരെ തമ്മിൽ പിരിക്കുക എന്ന് അത്ര എളുപ്പമൊന്നുമല്ല. ഇത് കേട്ടപ്പോൾ തന്നെ വേദക്ക് അത്ഭുതമായി. വിക്രം സ്വാമി ഇവിടെയൊന്നും നിൽക്കേണ്ട ആളല്ല. എന്തൊരറിവാണ്, കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ എന്തൊരു കഴിവാണ് എന്നൊക്കെ അവൾ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. ഇത് കേട്ട് വിക്രമിന് ശരിക്കും ദേഷ്യം വന്നു. അവൻ എഴുന്നേറ്റ് പോവാനൊരുങ്ങി. ഉടനെ തന്നെ വേദ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു. വിക്രം അവളെ ഒന്ന് സ്നേഹത്തോടെ നോക്കി. ഇരിക്ക് വിക്രം, ഞാൻ വെറുതെ തമാശക്ക് പറഞ്ഞതല്ലേ, എനിക്ക് വേറൊരു കാര്യം കൂടി പറയാനുണ്ട് എന്ന് അവൾ കെഞ്ചിക്കൊണ്ട് പറഞ്ഞു. വിക്രം വീണ്ടും അവിടെ ഇരുന്നിട്ട് പറഞ്ഞു, നിന്റെ ഈ പിച്ചുമ്പേയും കേൾക്കാനല്ല ഞാൻ വന്നത്. ആരെ പറ്റി പറയുമ്പോഴാ നീ എനിക്കിട്ട് താങ്ങാൻ വരുന്നത്? കാര്യം പറ. അന്നേരം വേദ പറഞ്ഞു, ചൂടാവല്ലേ എൻ്റെ മാഷേ. അല്ല സ്വാമി, അമ്മ എന്നെ വിളിച്ചിരുന്നു, നിങ്ങളെയും എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ വിക്രമിനോട് ചോദിക്കാനായിരിക്കും. നമുക്കൊന്ന് വീട് വരെ പോകണം. എനിക്കാരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ലെന്ന് വിക്രം തീർത്തു പറഞ്ഞു. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് എനിക്ക് ബോധ്യമുണ്ട്. നിനക്കും അങ്ങനെ തന്നെയല്ലേ? വേദ പറഞ്ഞു. എനിക്കറിയാം വിക്രം, പക്ഷേ അമ്മയെങ്കിലും ഈ സത്യം അറിയണം. ഇല്ലെങ്കിൽ അമ്മയും അച്ഛനെ വിശ്വസിക്കും. പ്ലീസ്, എനിക്ക് വേണ്ടി നമുക്കൊന്ന് പോയി അമ്മയെ കണ്ടിട്ട് വരാം. വേദയുടെ ആ വിളി കേട്ടപ്പോൾ വിക്രമിന് വേണ്ട എന്ന് പറയാൻ തോന്നിയില്ല. നോക്കാമെന്ന് അവൻ സമ്മതിച്ചു. അങ്ങനെ അവരിരുവരും ചിരിച്ചുകൊണ്ട് തന്നെ അവിടെ നിന്നും ഇറങ്ങി. വേദയുടെ വീട്ടിലേക്ക് അവർ തിരിച്ചെത്തിയപ്പോൾ അകത്തേക്ക് കയറാൻ വിക്രമിന് ചെറിയൊരു മടിയായിരുന്നു. അന്നേരം വേദ അവൻ്റെ കയ്യും പിടിച്ചുകൊണ്ട് തന്നെ ധൈര്യം കൊടുത്തു. അകത്തേക്ക് കയറി വന്നപ്പോൾ ദീപ്തി അങ്ങോട്ടേക്ക് വന്നു. അമ്മ എവിടെയെന്ന് ചോദിച്ചപ്പോൾ ഒന്നും മിണ്ടാതെ തന്നെ ദീപ്തി മുറിയിലേക്ക് പോയി. പത്മത്തിനെ കണ്ടപ്പോൾ വേദക്ക് ആകെ സങ്കടമായിരുന്നു. അമ്മ വല്ലാതെ ക്ഷീണിച്ചു പോയല്ലോ. എന്തിനാ അമ്മ ഇങ്ങനെ പട്ടിണി കിടക്കുന്നത്? ദീപ്തിയെ നമുക്ക് വേറെ രീതിയിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് വേദ പറഞ്ഞു. പക്ഷേ പത്മം തൻ്റെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിന്നു. മക്കൾക്ക് വേണ്ടി ഞാൻ ഇത് അവസാനിപ്പിക്കുന്നില്ല. എൻ്റെ മകൾ പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ. എനിക്ക് വിക്രമിനോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. അതിനാണ് ഞാൻ നിങ്ങളെ വിളിച്ചു വരുത്തിയത്. പത്മം വിക്രത്തിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് നിന്നു. അമ്മ ചോദിച്ചോളൂ. വിക്രം കള്ളം പറയില്ലെന്ന് വേദ ഉറപ്പ് കൊടുത്തു. ഈ സമയത്ത് അവൻ കള്ളം പറയില്ലെന്ന് എനിക്കും ഉറപ്പുണ്ടായിരുന്നു, പത്മം പറഞ്ഞു. ശങ്കരേട്ടൻ എന്നോട് പറഞ്ഞു ഇതിനെല്ലാം പിന്നിൽ വിക്രമാണെന്ന്. ആ വാസവൻ്റെ മകനെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത് വിക്രമാണോ എന്ന് എനിക്കറിയണം. പറയാൻ ബുദ്ധിമുട്ടുണ്ടോ വിക്രം? വിക്രം തൻ്റെ കഴുത്തിലെ മാലയിൽ മുറുകെ പിടിച്ചു. എന്നിട്ട് പത്മത്തിനോട് പറഞ്ഞു, ഞാൻ ഈ മാല ഇട്ടിരിക്കുന്ന സ്വാമിയായതിനു ശേഷം ഈ നിമിഷം വരെ വ്രതം തെറ്റിക്കാതെയാണ് ജീവിക്കുന്നത്. എൻ്റെ അറിവോടെയോ ഞാൻ പറഞ്ഞിട്ടോ ഒന്നുമല്ല ഇതൊന്നും നടന്നത്. എനിക്കൊന്നും അറിയില്ല. ഈ കുടുംബത്തെയോ ദീപ്തിയോ ചതിക്കാൻ ഞാൻ ഒരിക്കലും ശ്രമിച്ചിട്ടുമില്ല. ഈ നിമിഷം വരെ ഭഗവാനാണ് സത്യം. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. വിക്രമിൻ്റെ വാക്ക് കേട്ടുകൊണ്ടതിൻ്റെ പത്മം അത് വിശ്വസിച്ചു. നിറഞ്ഞ കണ്ണുകളോടെ അവർ വിക്രത്തിനെ നോക്കി നിന്നു. വിക്രം തൻ്റെ കഴുത്തിലെ മാലയിൽ തൊട്ട് സത്യം ചെയ്തതോടുകൂടി തന്നെ പത്മത്തിൻ്റെ മനസ്സിലെ സംശയങ്ങളെല്ലാം തന്നെ പാടെ മാഞ്ഞുപോയി. വിക്രമിനെ പോലെ ഒരാൾക്ക് വ്രതസമയത്ത് കള്ളം പറയാൻ കഴിയില്ല എന്ന് ആ അമ്മയുടെ മനസ്സുറപ്പിച്ചു. എന്നാൽ ഈ രംഗത്ത് സാക്ഷിയായി വാതിലിൻ്റെ പിന്നിൽ മറഞ്ഞു നിന്നിരുന്ന ദീപ്തിയുടെ ഉള്ളിൽ വലിയൊരു അഗ്നിപർവ്വതം പുകയുന്നുണ്ടായിരുന്നു. ശങ്കരനാരായണൻ മുറിയിലേക്ക് കടന്നു വരുന്നത് ദേഷ്യത്തോടെയാണ്. നീ ഇപ്പം പറഞ്ഞതൊന്നും വിശ്വസിക്കാൻ എനിക്ക് സൗകര്യമില്ല വിക്രം എന്ന് അദ്ദേഹം ആക്രോശിച്ചു. വിക്രം ശാന്തനായി നിന്നു. വേദ അച്ഛനെ തടയാൻ നോക്കിയെങ്കിലും അദ്ദേഹം വഴങ്ങിയില്ല. സത്യം തെളിക്കാൻ അധികം താമസമില്ല. എൻ്റെ മകളുടെ ജീവിതം നശിപ്പിച്ചവനെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ അദ്ദേഹം വിക്രമിന് വിരൽ ചൂണ്ടിക്കൊണ്ട് തന്നെ പറഞ്ഞു. വിക്രം ഒന്നും മിണ്ടാതെ വേദയും കൂട്ടി അവിടെ നിന്നും ഇറങ്ങി. ബൈക്കിൽ മടങ്ങിപ്പോകുന്ന സമയത്തന്നെ വേദയുടെ മനസ്സാകെ അസ്വസ്ഥമായിരുന്നു. വിക്രം, നമുക്കിതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരുന്നേ തീരൂ. വിക്രം പതിഞ്ഞ സ്വരത്തിൽ തന്നെ മറുപടി നൽകി. വേദ, സത്യം എപ്പോഴും അതിൻ്റെ വഴിക്ക് വരും. പക്ഷേ അതിനു മുൻപ് വരുണിനെ ഒന്ന് പോയി കാണണം. അവർ നേരെ വരുണിൻ്റെ അടുത്തേക്കാണ് പോയത്. വരുൺ തൻ്റെ പഴയ സുഹൃത്തുക്കളോടൊപ്പം തന്നെ ഗൂഢാലോചനയിലായിരുന്നു. വിക്രമിനെ കണ്ടതും വരുണിൻ്റെ മുഖത്ത് പരിഭ്രമം പടർന്നു. എന്തിനാണ് നീ എൻ്റെ അമ്മായിയപ്പൻ്റെ അടുത്ത് ചെന്ന് കള്ളം പറഞ്ഞത് എന്ന് വിക്രം ചോദിക്കുമ്പോൾ വരുൺ ഒന്ന് പരുങ്ങി. അതേസമയം തന്നെ ദീപ്തി ഒരാളുമായിട്ട് ഫോണിൽ സംസാരിക്കുകയായിരുന്നു. അത് മറ്റാരുമല്ല, വാസവനായിരുന്നു ഫോണിൽ. വിക്രം സ്വാമിയായി നടക്കുന്നത് കണ്ട് എല്ലാവരും അവനെ വിശ്വസിക്കുന്നു. അടുത്ത നീക്കം വേഗത്തിലാക്കണമെന്ന് ദീപ്തി പറയുന്നത് കേട്ട് ശങ്കരനാരായണൻ ആകെ ഞെട്ടിപ്പോയി. സ്വന്തം മകൾ തന്നെ വിക്രമിനെതിരെ ചതിമെനയുന്നത് അദ്ദേഹം തിരിച്ചറിഞ്ഞു. സത്യം തൻ്റെ കൺമുന്നിൽ തകർന്നു വീഴുന്നത് കണ്ട് അദ്ദേഹം തളർന്നിരുന്നു. തുടർന്ന് വിക്രം വരുണിനെ താക്കീത് ചെയ്തു. ദീപ്തി നീ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് മാന്യമായി വേണം. അവളെ കരുവാക്കി എൻ്റെ കുടുംബത്തിൽ കലഹമുണ്ടാക്കാൻ നീ നോക്കരുത്. വരുൺ വിക്രമിൻ്റെ കാല് പിടിച്ച് കരയാൻ തുടങ്ങി. എല്ലാത്തിനും പിന്നിൽ ദീപ്തിയുടെ വാശിയാണെന്നും വിക്രമിനെ വേദയുടെ മുന്നിൽ മോശക്കാരനാക്കാൻ അവളാണ് പ്ലാൻ ചെയ്തത് എന്നെല്ലാം തന്നെ അയാൾ വെളിപ്പെടുത്തി. പിന്നീട് അങ്ങനെ ശങ്കരനാരായണൻ കുടുംബാംഗങ്ങളെ എല്ലാവരെയും ഹാളിലേക്ക് വിളിച്ചുകൂട്ടി. ദീപ്തിയും വരുണും തമ്മിലുള്ള രഹസ്യ നീക്കങ്ങൾ അദ്ദേഹം എല്ലാവരുടെയും മുന്നിൽ വെച്ച് തുറന്നു കാട്ടി. വിക്രമിനോട് ചെയ്ത ക്രൂരതയ്ക്ക് അദ്ദേഹം മാപ്പ് ചോദിക്കുമ്പോൾ വേദയുടെ കണ്ണ് നിറഞ്ഞ് വിക്രം പതിവ് പോലെ തന്നെ ശാന്തനായിരുന്നു. ഭഗവാനെ ധ്യാനിച്ച് തൻ്റെ വ്രതം പൂർത്തിയാക്കാൻ തയ്യാറെടുത്ത് നിന്നു.
എന്നാൽ ദീപ്തി തൻ്റെ പരാജയം സമ്മതിക്കാനൊന്നും തയ്യാറല്ലായിരുന്നു. അവൾ വീണ്ടും പുതിയൊരു ചതിക്ക് കൂട്ടുനിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. ഇനി വരാൻ പോകുന്നത് നല്ല സൂപ്പർ ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ്. അപ്പോൾ കാത്തിരുന്ന് കാണാം. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. ബൈ.